പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് ഞാൻ അതീവ ദുഃഖിതനാണ്. വയനാട്ടിൽ വലിയ ഒരു ട്രാജഡിയാണ് നടന്നിരിക്കുന്നത്. അനേകം പേരുടെ ജീവിതം അപകടത്തിൽപ്പെട്ടു. സ്വന്തക്കാർ നഷ്ടപ്പെട്ട സങ്കടത്തിലുള്ളവർ അങ്ങനെ എത്ര പേര് മരിച്ചെന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല. ഇവർക്കെല്ലാവർക്കും വേണ്ടി സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, എല്ലാ മക്കളുടെയും കണ്ണീരൊപ്പേണമേ. മരിച്ചവരുടെ പാവങ്ങൾ ഇളച്ചു കൊടുക്കണമേ. അവർക്ക് സ്വർഗരാജ്യത്തിൽ ഒരിടം അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. കൂടാതെ ഇന്ന് ഞങ്ങളുടെ വിൻസെൻ്റ് പോൾ സൊസൈറ്റി 14 കൊല്ലമായി സംരക്ഷിച്ചു പോരുന്ന ഒരു സഹോദരൻ ഇന്ന് മരിച്ചു. ആ സഹോദരൻ്റെയും ആത്മാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം മത്തായി 16:24. യേശു ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. ഇവിടെ സ്വന്തം ജീവൻ എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിനെ അനുകരിക്കുക വഴി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടും. അതേസമയം സ്വന്തം ജീവിതം മാത്രം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്നവന് അവനൊരു ജീവൻ ഉണ്ടാവുകയില്ല. അവനൊരു ആത്മീയ ജീവൻ അവനിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അപ്പോൾ ക്രിസ്തുവിനെ പ്രതി ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ എപ്രകാരമാണ് നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുക? അത് മത്തായി 25:34 മുതൽ അന്ത്യവിധി നാളിനെ കുറിച്ച്. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ,
ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും: കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഒരു നിമിഷ നേരത്തേക്ക് നമുക്ക് ഈ അപകടത്തിലൊക്കെ പെട്ടെന്ന് മരിച്ചുപോയ സഹോദരരെ കുറിച്ചൊന്ന് ആലോചിക്കാം. അവർക്ക് ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ക്രിസ്തുവിനെ പ്രതി ത്യാഗങ്ങൾ സഹിച്ച് മറ്റു മനുഷ്യർക്ക് തീവ്രമായി നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു തുറവി, അപ്രകാരം സ്വന്തം ജീവൻ മനഃപൂർവം ക്രിസ്തുവിനെ പ്രതി ഈ ലോകത്ത് വെച്ച് തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തി, ത്യജിച്ച്, നഷ്ടം സഹിച്ച്, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത്, രോഗികളെ സന്ദർശിച്ച്, കാരാഗൃഹത്തിൽ കിടക്കുന്നവരെ സന്ദർശിച്ച്, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്ത്, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുത്ത്, ഏകാന്തത അവരുമായി സംസാരിച്ച്, അവരെ സന്ദർശിച്ച്, പറ്റുന്ന നന്മ എല്ലാവർക്കും ചെയ്ത്, ക്രിസ്തുവിനെ പ്രതി ചെയ്ത്, സ്വന്തം സൽപ്പേരിന് വേണ്ടിയല്ല, ക്രിസ്തുവിന് വേണ്ടി ചെയ്ത്, സ്വയം കുരിശു വഹിച്ച് അതിൽ ആനന്ദിച്ച് മുന്നേറുക എന്നുള്ള ഒരേ ഒരു ഇൻഷുറൻസ് മാത്രമേ മനുഷ്യനായി പിറന്ന നമ്മൾക്ക്, വിവേകമതികളായ ക്രിസ്തു അനുയായികൾക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. സ്വമേധയ ക്രിസ്തുവിനെ പ്രതി സ്വന്തം ജീവനെ അനുദിനം ത്യജിച്ചുകൊണ്ട്, ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. ഈ ലോകത്തിൽ സമ്പത്ത് കൂട്ടി വയ്ക്കാതെ പരലോകത്തിൽ ക്രിസ്തുവിന്, സ്വർഗരാജ്യത്തിൽ ക്രിസ്തുവിനോടൊത്ത് വസിക്കുന്നതിനു വേണ്ടി, അതിനുള്ള യോഗ്യത നേടുന്നതിനു വേണ്ടി സമ്പത്ത് സ്വരൂപിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ, ഒരു ധൃതിയോടെ, നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കാതെ നിരന്തരം പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ നമുക്ക് സേവിക്കാം. കർത്താവിന് ഉതകുന്ന പ്രവൃത്തികൾ ത്യാഗം സഹിച്ച് നമുക്ക് അനുദിനം വർത്തിക്കാം. അപ്രകാരം നമുക്ക് സ്വർഗരാജ്യത്തിന് അർഹരായിത്തീരാം. ആ ഒരു ബോധ്യം നമ്മെ നയിക്കട്ടെ. ഈ ലോകത്തിലെ ഒന്നിനും ആർക്കും നമ്മളെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ എല്ലാ ആശ്രയവും കർത്താവിൽ അർപ്പിച്ചുകൊണ്ട്, കർത്താവിൻ്റെ പ്രവൃത്തികൾ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടെ ചെയ്തുകൊണ്ട് നമുക്ക് പരലോകത്തിൽ സ്വർഗരാജ്യത്തിന് അർഹരായി തീരാം. സ്വർഗം ലക്ഷ്യമാക്കി
നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം. വേറെ ഒരു പോംവഴിയും നമുക്കില്ല. നമ്മൾ ക്രിസ്തു അനുയായികളായതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്രിസ്തു മാർഗം നമുക്ക് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാം, എന്തൊക്കെ സഹായം അർഹിക്കുന്നവർക്ക് പറ്റുന്ന സഹായം നമുക്ക് ചെയ്യാം. നമ്മൾ അറിയാതെ തന്നെ ക്രിസ്തുവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരെയല്ല, എൻ്റെ വചനമനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെയാണ് എനിക്കിഷ്ടം എന്ന് കർത്താവ് പലവട്ടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഒരു വിവേകത്തിനായി, ഈ ഒരു ജ്ഞാനത്തിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിരന്തരം ഈ ചിന്ത നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. കൂടുതൽ കൂടുതൽ തീഷ്ണതയോടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ ആശ്രയിക്കുവാനും കർത്താവിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റുവാനുമുള്ള ശക്തിക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ്. ആമേൻ.